ടീച്ചറെ സനീഷിന്റെ വീട് ഇതാ തോന്നുന്നു. അവിടെ ഒരാളിരിക്കണം, നമുക്ക് അവരോട് ചോദിച്ചോക്കാം അല്ലേ? ഹലോ ചേട്ടാ, ഈ സനീഷിന്റെ വീട് ഏതാണ്? ആ സനീഷിന്റെ വീട് തന്നെയാണ്. ഈ വീടാണോ? ആ അവര് വീട് പണി നടക്കണുള്ളൂ. ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ട് അവിടെ. ആ ശരി, ഞങ്ങൾ പോയോട്ടോ. സനീഷിന്റെ വീടാണോ? ആ അതെ. ഇവിടെ സനീഷ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. അതെങ്ങോട്ട് പോയി? എവിടേക്കാ കളിക്കാനോ തോന്നുന്നു പോയിരുന്നത്. നിങ്ങൾ എവിടെന്നാ വരുന്നേ? ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നത്. ഞങ്ങള് സനീഷിന്റെ മകന്റെ ക്ലാസ് ടീച്ചറാണ്. ആ എന്താ ടീച്ചറെ, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാ ഉണ്ടായിരുന്നു. അതെന്താ ടീച്ചറെ? ടീച്ചറെ ഞാൻ പറയാം. പിന്നെ കുട്ടി കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കണില്ല. വീട്ടിൽ എന്തെങ്കിലും വല്ല ഇഷ്യൂസ് ഉണ്ടോ? വീട്ടില് അവന്റെ അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. കുട്ടി ഭയങ്കര ക്ലാസ്സിൽ നമ്മള് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് വേറെ ഒരു ആലോചനയായി. കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല അല്ലെ ടീച്ചർ? അങ്ങനല്ലേ? അതന്നെ പ്രശ്നം. കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. കുട്ടി തീരെ ക്ലാസ് ശ്രദ്ധിക്കണില്ല. ആദ്യം ഇങ്ങനെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി തീരെ ശ്രദ്ധിക്കണില്ല. അപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടേ, കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിലേ. കണ്ടിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കാച്ച് വന്ന കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ല, അഭിലാഷ് പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ഇന്ന് വഴക്കാണ്, രാത്രി എന്നും വഴക്കാണെന്ന് പറഞ്ഞല്ലോ. അവൻ രാത്രി വരുമ്പോ ഒരു ചേരം കഴിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ഒരു വഴക്കല്ല, അതൊന്നുമല്ല. അല്ലാണ്ട് ഇവിടെ ഒന്നും. അല്ല ടീച്ചറെ, നിങ്ങളോടൊന്ന് ഇരിക്കാൻ പറയണമെങ്കിൽ ഇവിടെ ഒരു പാകമില്ല, കസേരയില്ല, ഒന്നുമില്ല. വീടിന്റെ പണി നടക്കുകയാണേ. ഞങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു. ഇവിടെ വീടിന്റെ പണി നടക്കുക പറഞ്ഞ അപ്പൊ അങ്ങോട്ട് പോകുന്നേ. മകൻ കുടിച്ചു വന്ന കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അമ്മേനെ തല്ലാറുണ്ടാ? അത് ഇടയ്ക്കൊക്കെ ഓരോന്ന് പൊട്ടിക്കും. അതന്നെ പ്രശ്നം. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും അമ്മമാരെ തല്ലാൻ പാടില്ല. ഇത് കുട്ടികള് ഇത് കണ്ടിട്ടല്ലേ പഠിക്കണത്. കുട്ടികൾ ഇത് കാണല്ലേ. അതാണ് ആ കുട്ടിയുടെ വിഷമം. അങ്ങനെ കുട്ടി ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ കുട്ടി തീരെ ശ്രദ്ധയില്ല. കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ ഞാൻ കുറെ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. പിന്നെ ടീച്ചർ ഒറ്റയ്ക്ക് വിളിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ കൗൺസിലിംഗ് പോലെ എടുത്ത് നോക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ വഴക്ക് കൂടാതിരിക്കുക. കുട്ടികളെ വളർന്നു വരുന്ന മക്കളല്ലേ, ഇവരിത് കണ്ടിട്ട് പഠിക്കുക. നാളെ ഇവരും ആ വഴി കൂടെ നീങ്ങിക്കൂടാന്ന് ആര് കണ്ടു? അപ്പൊ അത് ശ്രദ്ധിക്കുക, മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ കുട്ടികൾ വേറെ വഴി കൂടെ ആവും. അപ്പൊ അത് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇല്ല ടീച്ചറെ, ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? പറയാനില്ല. അപ്പൊ ഞങ്ങള് വന്നിരുന്ന് പറയാ കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി 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 ശരി. അവന്റെ ശരിക്കുള്ള സ്വഭാവമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് വൈകുന്നേരത്ത് വന്നു കിട്ടും.